കല്യാണമൊക്കെ കഴിഞ്ഞ പെൺകുട്ടികളോട് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഓ ഇനിയിപ്പോൾ എന്താ ആഗ്രഹം, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പിള്ളേരെയൊക്കെ നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കണം. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ ചിലരെങ്കിലും ഇങ്ങനെ മറുപടി പറയാറില്ലേ. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 30 വയസ്സിലെത്തി നിൽക്കുമ്പം എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുള്ളൊരു വ്ളോഗാണിത്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ നമ്മുടെ ചിത്രരചനാ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. താഴെ നിന്ന് തന്നെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ആർഷ അവിടെ കുഞ്ഞുങ്ങളെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. ആർഷ ഞങ്ങളുടെ ടീച്ചറാണ് കേട്ടോ. ഇനി ഒട്ടും താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്നത്തെ വരപ്പും കലാപരിപാടികളും നമുക്ക് ഈ മരത്തിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വെച്ചാണ് നിർത്തിയത്. രാവിലെ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലൈമറ്റിലിരുന്ന് ഇങ്ങനെ പടം വരയ്ക്കാൻ നല്ലൊരു പ്രത്യേക സുഖമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയൊന്നും കൂടില്ലേ. ഇടയ്ക്ക് ഡൗട്ടൊക്കെ വരുമ്പോൾ ഞാൻ എണ്ണീറ്റ് ആർഷ എടുത്തോട്ട് പോകും. ആർഷ അടിപൊളിയായിട്ട് പറഞ്ഞു തരും. കയ്യിലോട്ട് പുതിയ സാധനങ്ങൾ കിട്ടുമ്പം ഒരു സന്തോഷം ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സന്തോഷം ഇരട്ടിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രോയിങ് പെൻസിലിൻ്റെ സെറ്റൊക്കെ എടുത്ത് ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ പണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ നമുക്ക് പറഞ്ഞു തരത്തില്ലേ എങ്ങനെയാ പെൻസിൽ പിടിക്കേണ്ടത്, എങ്ങനെയാ വരയ്ക്കേണ്ടത്, എങ്ങനെയാ എഴുതേണ്ടതെന്നൊക്കെ. അതുപോലാണ് ഇവിടെ ആർഷ എൻ്റെ അടുത്ത് ഇങ്ങനെ പെൻസിൽ പിടിക്കണം, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ ഈ കുഞ്ഞു പിള്ളേരുടെ കൂടെ അങ്ങ് ചെറുപ്പത്തിലേക്ക് പോകുന്ന പോലെ തോന്നും. അങ്ങനെ ഞാൻ ഷെയ്ഡ് ചെയ്തു. അതിൻ്റെ മേളിൽ എനിക്ക് ആർഷ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്ത് തന്ന് അതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരാളെയൊക്കെ വരച്ച് സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോഴും നമ്മുടെ മഴ അവിടെ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് എനിക്കിന്ന് അടുത്ത വരയ്ക്കാൻ കിട്ടിയ പടം. ഞാനതിൻ്റെ കമ്പും കൊമ്പും ചില്ലയും ഒക്കെ ഇതുപോലെ വരച്ചിട്ട് നേരെ ഇനി ആർഷ എടുത്ത് പോകണം ഇല വരയ്ക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭിനവും വന്നിട്ടുണ്ടായിരുന്നു. ഓരോ മരത്തിൻ്റെ ഇലയും ഓരോ രീതിയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഇല എങ്ങനെ വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞു തന്നു. ഇന്ന് എനിക്ക് പുതിയൊരു കമ്പാനിയനും കിട്ടി. ഈ മോളുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ പുള്ളിക്കാരി അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മീനിൻ്റെ പടമായിരുന്നു, അത് അടിപൊളിയായിട്ട് അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർവൽ ടൈം ആയതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെല്ലാം എണ്ണീറ്റൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എൻ്റെ മരത്തിൻ്റെ ഇല താണ്ടി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു എത്തും പിടിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ഇതൊന്ന് വരച്ച് തീർക്കുമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ വരപ്പ് നടക്കുകയാണ് കേട്ടോ. അടിപൊളിയായില്ലേ? നിങ്ങൾ തന്നെ പറ. അടിപൊളിയായില്ലേലും കുഴപ്പമില്ല കേട്ടോ, പതുക്കെ നമുക്ക് ശരിയാക്കാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് വന്നിരിക്കാൻ നല്ല ചമ്മലുണ്ടായിരുന്നെന്ന്. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സ് കണ്ടില്ലയോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചി ഞാൻ ചെയ്തു തരാം, ചേച്ചി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് എത്ര പേരാ നമ്മുടെ അടുത്തിരിക്കുന്നതെന്ന് അറിയാമോ. എനിക്ക് എൻ്റെ പെൻസിൽ വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാം, ഞാൻ വെട്ടിത്തരാമെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ കൂടെ നിൽക്കുകയാണ് കേട്ടോ. അവർ വെട്ടിത്തന്ന പെൻസിലാണിത് കേട്ടോ. ഈ പടം കൊള്ളാവോ? അഭിനവ് വരച്ചതാണേ. വന്നപ്പോൾ തന്നെ എന്നെ എടുത്ത് കാണിച്ചതാ. ചേച്ചി ഞാൻ വരച്ചതാ, കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞ്. അടിപൊളിയല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പടം ഏകദേശം വരച്ച് തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഏകദേശം ഈ പരുവാക്കിയിട്ടുണ്ട് നമ്മുടെ മരം. ഇനിതാ ഈ നിൽക്കുന്ന ചേട്ടനെയും കൂടെ അവിടെ സ്ഥാപിച്ചാൽ പരിപാടി കഴിഞ്ഞു. അതിന് നമുക്ക് ആർഷയുടെ സഹായം വേണം. ഞാൻ അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് ആർഷയെ കൊണ്ട് കാണിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്നെ വഴക്ക് പറയാറൊന്നും ഇല്ല ആർഷ കേട്ടോ. കല്ലേലും കരുതുമായിരിക്കും ഈ പോത്ത് പോലെ വളതയിലേക്ക് എന്ത് പറയാനാന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ കയറി വാ, അടിച്ച് കയറി വാ എന്നൊരു മട്ടിലായിരുന്നു ആർഷ. ഇതൊക്കെ ഒരു പ്രായം ഉണ്ടെന്ന രീതിയിൽ ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു ആർഷ എന്നോട് സംസാരിച്ചത്. അങ്ങനെയാണ് ഞാനിതിനെ ഇറങ്ങി തിരിച്ചത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്കിത് പഠിക്കാനുള്ളൊരു ത്വര കൂടത്തില്ലേ മക്കളെ. ഞാൻ കൂടുതലും ഡ്രോയിങ് ക്ലാസ്സിന് വോയിസ് ഓവർ ആണ് കൊടുക്കാറ്. അതിനുള്ളൊരു കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കാരണം.
എല്ലാവരുടെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ ഞങ്ങളുടെ ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോവുകയാണ്. ഇനി അടുത്ത സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം പരിപാടി ഇത് വീട്ടിലുള്ളവരെല്ലാം കാണിക്കണം. സൺഡേ ആയതുകൊണ്ട് അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ കൊണ്ടുവന്ന് ഞാൻ ആദ്യം കാണിച്ചു. അമ്മ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ അമ്മയാണ്, എന്നാലും എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ ഇതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എന്തോ ആണെങ്കിലും അമ്മ എന്നോട് നോ എന്നും പറയാറില്ല, പോയി പഠിച്ചിട്ട് വാന്നേ പറയത്തോളൂ. അങ്ങനെ ഞാൻ അമ്മ ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൂനെ അമ്മയെ എല്ലാം കാണിച്ചിട്ട് നേരെ പിന്നെ ഏട്ടൻ്റെ അടുത്തോട്ട് പോയി. ഏട്ടനെയും കൂടി ഇതെല്ലാം കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. ഇതേത് മരം പറ? താഴോട്ട് വള്ളി അറിയാലേ. വാഴ ഇന്തോനേഷ്യൻ വാഴ. ഇതെന്ത് 5ാം ക്ലാസ്സിന്റെ ചെടിയാ? ഇത് അല്ലാണ്ട് ഷെയ്ഡിങ് ഷെയ്ഡിങ് അല്ല, നല്ല ഷെയ്ഡിങ് അല്ലേ. ഇത്രയും പരിപാടികളെല്ലാം ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഞാൻ വിശന്ന് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അമ്മ നല്ല ചൂടവിയലും മാങ്ങാച്ചാറും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചോറ് കഴിക്കാനായിട്ട്. നിങ്ങളുടെ അമ്മയും ഇതാണ് കാണോ? എങ്കിൽ നിങ്ങൾ ലക്കിയാണ് മക്കളെ, ലക്കിയാണ്. അത് കഴിഞ്ഞ് അന്ന് സൺഡേ ആയിട്ടും ട്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ദിവസം അവധി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സൺഡേ ട്യൂഷൻ വെച്ചു. വരാൻ എല്ലാവർക്കും മടിയാണ് സൺഡേ വെച്ചാൽ. അന്നും അതേ കണക്ക് 4 പേരെ വന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ അവരെടുത്തും പൈ കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.